ജൂൺ മന്ത് പ്ലാനർ ഉണ്ടാക്കാൻ പോവുകയാണോ? അല്ലെങ്കിൽ ഉണ്ടാക്കിയവരാണോ? ഞാനിവിടെ ജൂൺ മന്ത് പ്ലാനർ ഉണ്ടാക്കി പണി കിട്ടിയ ഒരാളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വി വ്ളോഗ് ഒഫീഷ്യൽ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനൊരു ജൂൺ പ്ലാനർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ജൂൺ മന്ത് പ്ലാനർ പ്ലസ് സ്റ്റഡി പ്ലാനർ ആണ് കേട്ടോ. ഇതുണ്ടാക്കി ഒരു പണി കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ട് എന്താണ് എനിക്ക് പണി കിട്ടിയെന്ന്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ജൂൺ പ്ലാനറിൻ്റെ ഫസ്റ്റ് തീമായിട്ട് വലിയൊരു അക്ഷരത്തിൽ ജൂൺ എഴുതിയിട്ട് പിന്നെ കുറച്ച് ബാക്ക് ടു സ്കൂൾ തീമും ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ടു സ്കൂൾ തീമാണല്ലോ മെയിൻ. പിന്നെ അറിയാണ്ട് മഴ ആഡ് ചെയ്തതാണ്. പക്ഷേ ഇപ്പം ജൂണിൽ മഴ എന്ന് പറയുന്ന സാധനമേ ഇല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ജൂണൊക്കെ തുടങ്ങി ഒരാഴ്ചയായാലും ഞാനെന്ത് ഇത്ര ലേറ്റായി. ഞാനിത് കഴിഞ്ഞ മാസം ഉണ്ടാക്കിയതാണ്. പക്ഷേ കഴിഞ്ഞ മാസം വീഡിയോ എടുക്കാനാണെങ്കിൽ മഴയായതുകൊണ്ട് കറണ്ടും ഇല്ല, പിന്നെ സ്കൂൾ തുറക്കേണ്ട തിരക്കുമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ മാസം ഞാൻ വീഡിയോ ഇടാത്തത്. അതുകൊണ്ടാണ് ഈ മാസം വീഡിയോ ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് പേജിലായിട്ട് നമ്മൾ ജൂണിന്ന് വലിയ അക്ഷരത്തിൽ കുറച്ച് ബാക്ക് ടു സ്കൂൾ തീമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വലിയ അക്ഷരത്തിൽ തന്നെയാണ് ജൂണിന്ന് എഴുതിയത്. പിന്നെ കുറച്ച് മഴയും ചെറിയൊരു ഫ്ലവറില്ല പോട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഫസ്റ്റ് പേജ് ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. അടുത്ത സെക്കൻഡ് പേജായിട്ട് ഞാനൊരു കലണ്ടർ, ജൂൺ മാസത്തിൻ്റെ കലണ്ടർ, അതായത് 1 തൊട്ട് 30 ദിവസമാണ് കേട്ടോ ജൂൺ മാസത്തിലുള്ളത്. നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് ചെയ്യണേ. അപ്പം ഈ ഒരു കലണ്ടറിൽ ഞാൻ കുറച്ച് റെയിൻ ഡ്രോപ്സും പിന്നെ കുറച്ച് പെന്നും പെൻസിലും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ റിമൈൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഈ കലണ്ടർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഓർമ്മിക്കേണ്ടിയിട്ടുള്ളതാണ്. അതായത് 12-ാം തീയതി നമുക്ക് എന്തെങ്കിലും ക്ലാസ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ ആ റിമൈൻഡറിൽ 12-ാം തീയതി ക്ലാസ് ടെസ്റ്റ് ഉണ്ടെന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കിത് തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്ലാസ് ടെസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം. അതിനാണ് നമ്മൾ കലണ്ടർ. ക്ലാസ് ടെസ്റ്റ് എന്നല്ല, എന്ത് കാര്യം ഉണ്ടായാലും അതിനാണ് ഈ കലണ്ടർ. അതിപ്പോൾ നമുക്ക് റിമൈൻഡറിൽ എഴുതാം, അല്ലെങ്കിൽ കലണ്ടറിൽ തന്നെ നമുക്ക് അടയാളപ്പെടുത്തി വെച്ചാൽ മതി. അപ്പം ഞാൻ കുറച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു പേജ്. അടുത്തത് ഹാബിറ്റ് ട്രാക്കറാണ്. ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയുമ്പോൾ ഞാൻ ആകെ 2 ഹാബിറ്റ് ആണ് എഴുതിയത്, സ്റ്റഡി ഡെയിലിയും വേക്കപ്പ് ഏർലി. അപ്പോൾ അതേപോലെ തന്നെ സ്റ്റഡി ഡെയിലിയിലും വേക്കപ്പ് ഏർലിയിലും ഞാൻ ജൂൺ മന്തിൻ്റെ കലണ്ടർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ശനി ഞായർ അങ്ങനത്തെ ഒന്നും എഴുതിയിട്ടില്ല, ജൂൺ മന്തിൻ്റെ കലണ്ടർ ഡേറ്റ് മാത്രം എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പെൻസിലും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് ബാക്ക് ടു സ്കൂൾ തീമായിട്ട്. ആ ബുക്കിൻ്റെ അടിയിൽ ഡൺ എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ കളറിലും അൺഡൺ എന്ന് പറഞ്ഞിട്ട് റെഡിലും ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസവും പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ 1-ാം തീയതി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രീൻ കളർ ഡൺ, ആ ഗ്രീൻ കളർ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലോ ആ റെഡ് കളർ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. അതിനാണ് നമ്മൾ ഈ ഡണ്ണും അൺഡണ്ണും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്പം നമുക്ക് മനസ്സിലാവാം നമ്മൾ ദിവസവും പഠിച്ചിനോ എന്നുള്ള കാര്യം. നമുക്ക് മനസ്സിലാവാം. 30 ദിവസമുണ്ട്, അതിനാണ് ആ കലണ്ടർ വരച്ചു കൊടുത്തത്. നമ്മൾ 30 ദിവസവും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളർ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനാണ് ഞാൻ ആ സൈഡിൽ ഡണ്ണ് എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാബിറ്റും എഴുതാം കേട്ടോ. ഇഷ്ടമുള്ള ഹാബിറ്റും എഴുതാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വേക്കപ്പ് ഏർലി സ്റ്റഡി ഡെയിലി എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ആ സ്റ്റഡി ഡെയിലി പോലെ തന്നെയാണ് വേക്കപ്പ് ഏർലി. നമ്മൾ ദിവസവും രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡണ്ണ് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ലേറ്റായിട്ട് എണീക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ റെഡ് കളർ അൺഡൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഹാബിറ്റ് ട്രാക്കറിൽ ഇത് 2 എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഡെയിലി റൊട്ടീൻ. ഇത് എൻ്റെ ഒരു റൊട്ടീനാണ്. അപ്പം നിങ്ങളുടെ വീട്ടിലെ സാഹചര്യവും ഇതും വെച്ചിട്ട് മാറ്റമായിരിക്കും. നിങ്ങൾ പല കോച്ചിങ്ങിനും ട്യൂഷനും ഒക്കെ പോകുന്ന ആൾക്കാരായിരിക്കും, അതുകൊണ്ട് അത് മാറ്റമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ടൈം കൊടുത്തിരിക്കുന്നത് രാവിലെ 6:30 എഴുന്നേൽക്കാനാണ്. രാവിലെ 6:30 വേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബ്രഷിങ് എക്സെട്ര നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യാം. അതിനാണ് ഈ ഒരു 6:30 തൊട്ട് 6:45 വരെയാണ് ഈ ഒരു രാവിലെ എണീറ്റ് നമ്മൾ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രഷും പിന്നെ പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്യാം. അതിനുശേഷം 6:45 റിലാക്സ് ചെയ്യാനുള്ള ടൈം, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ആ സമയം പഠിക്കേണ്ട സമയമാണ്, പഠിക്കാം. 6:45 തൊട്ട് 7 വരെയാണ് നമുക്ക് ആ റിലാക്സ് ചെയ്യേണ്ട സമയം അല്ലെങ്കിൽ പഠിക്കേണ്ട സമയം. ആ സമയം നമുക്ക് ചെറിയ ചായയൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് നമുക്ക് റിലാക്സ് ചെയ്യാം. അതിനുശേഷം 7 ബാത്തിങ് ടൈമാണ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇതൊരു സ്കൂൾ റൊട്ടീനാണ് കേട്ടോ, സ്കൂൾ ഡെയിലി ആയിട്ടുള്ള റൊട്ടീനാണ്. സ്കൂളിൽ പോകുമ്പം മാക്സിമം കുളിച്ചിട്ട് പോകാൻ നോക്കുക. അല്ലാണ്ട് 2 സ്പ്രേ അടിച്ച് സ്കൂളിൽ പോവാതെ നല്ല കുളിച്ച് ഫ്രഷായി നല്ല പോസിറ്റീവായിട്ട് പോവാൻ ശ്രമിക്കുക. പലവരും കുളിക്കാണ്ടൊക്കെ പോകുന്ന പറഞ്ഞു. അപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തിരിക്കുന്നവർക്കൊരു ഫ്രഷ്നെസ് ആയിരിക്കും, നമുക്കും നല്ല ഫ്രഷ്നെസ് ആയിരിക്കും. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് 7:40 ആകുമ്പം ഗെറ്റ് റെഡി ഫോർ സ്കൂളിലേക്ക് മാറ്റി നിൽക്കാം. അതായത് യൂണിഫോമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കണം.
ഷൂസും കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ പോളിഷ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അതേപോലെ യൂണിഫോമും തലേ ദിവസം തന്നെ അയൺ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരുപാട് പുട്ടിയൊന്നും വാരി പൂശരുത്, ഗേൾസിനോടാണ്. അപ്പം കുറച്ച് പൗഡർ അത്രയും വേണ്ട. പിന്നെ ബോയ്സ് നന്നായിട്ട് കുട്ടപ്പന്മാരായിട്ട് പോവുക. അതിനാണ് നമുക്ക് ഗെറ്റ് റെഡി 7:40 തൊട്ട് 8:05 വരെ നമുക്ക് അതിനുള്ള സമയമുണ്ട്. 8:05 നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ബ്രേക്ക്ഫാസ്റ്റ്. പലവരും സ്കൂളിൽ പോകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷെ ഒട്ടും ശരിയല്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഒരു 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൻ്റെ അരമണിക്കൂർ, അതായത് അരമണിക്കൂറല്ല, അതിൻ്റെ അരഭാഗം, അതായത് 12 മണിക്കൂർ നമ്മളെ ബ്രെയിനിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടാണ്. അതാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടാണ്. ഒരു 12 മണിക്കൂറും ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടാണ്. അതുകൊണ്ട് മസ്റ്റായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യരുത്. അഥവാ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒരു നെഗറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. അടുത്ത് നമ്മൾ സ്കൂളിൽ ഇപ്പോൾ ഞാനിപ്പോൾ 8:30ക്കാണ് സ്കൂളിൽ പോകൽ. അപ്പോൾ 8:30ക്ക് സ്കൂളിൽ പോയി തിരിച്ച് നമ്മളൊരു 4 മണി 4:30 ആകുമ്പോൾ എന്തായാലും വരും. അപ്പോൾ തിരിച്ച് സ്കൂൾ വിട്ട് 4:30ക്ക് വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ സ്കൂൾ ബാത്തി, നമ്മൾ വന്ന പാടിന് കുളിക്കണമെന്നല്ല, ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം കുളിച്ചതിന് ശേഷം നമുക്ക് ഫുഡ് ടൈം. നല്ല വിശപ്പുണ്ടാവില്ല, അപ്പോൾ ഫുഡ് കഴിക്കാം. അപ്പോൾ 4:30 അപ്പം 4 മണിക്ക് വരുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾ ലേറ്റായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ 4:30 കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പം അതിന് ശേഷം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഒരു 5 മണിയാകുമ്പോൾ, നമുക്കൊരു അരമണിക്കൂർ മതിയല്ലോ ഫുഡൊക്കെ കഴിക്കാൻ. 5 മണിയാകുമ്പോൾ നമുക്ക് പ്ലേ ടൈമാണ്. ഏറ്റവും ഇഷ്ടമുള്ള സമയമാണ് പ്ലേ ടൈം. 5 മണി തൊട്ട് 6 മണി വരെയാണ് പ്ലേ ടൈം, അല്ലെങ്കിൽ 6 മണി വരെയാണ് പ്ലേ ടൈം. ആ സമയം നമുക്ക് വേണമെങ്കിൽ ഹോംവർക്കൊക്കെ ചെയ്യാം. ഇപ്പം ഒരുപാട് ഹോംവർക്കെല്ലാം ഉണ്ടെങ്കിൽ അത് രാത്രിത്തേക്കായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 5 മണീൻ്റെ 6 മണീൻ്റെ ഇടയിലൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കളിക്കാൻ പോകുന്നവരാണെങ്കിൽ കളിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ 6 മണി വരെ കളിച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരു അരമണിക്കൂർ നമുക്ക് പ്രാർത്ഥനയും ചായ കുടിയും ഒക്കെ ആയിരിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ പ്രാർത്ഥിക്കുക. പിന്നെ ചായ കുടിക്കുകയും മറ്റും ഒക്കെ ആവുന്ന ആൾക്കാർക്ക് അതും കുടിക്കാം. ഇനി 6:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി ടൈം തുടങ്ങുകയാണ്. 6:30 തൊട്ട് 8:30 വരെ നമ്മൾ സ്റ്റഡി ടൈം തുടങ്ങുകയാണ്. ട്യൂഷന് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ 1 മണിക്കൂർ പഠിച്ചാൽ മതി. ഇതിൻ്റെ ഇടയ്ക്ക് ട്യൂഷന് പോകുന്ന ആൾക്കാരുണ്ടാകും. അത് വേറെ ഞാൻ ട്യൂഷന് പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. അപ്പോൾ 6:30 തൊട്ട് 8:30 വരെ നമ്മൾ സ്റ്റഡി ടൈമാണ് 2 മണിക്കൂർ. അപ്പോൾ 2 മണിക്കൂർ പഠനത്തിന് ശേഷം 8:30ക്ക് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കുക. അതായത് പിറ്റേ ദിവസം വേണ്ട ബുക്കും കാര്യങ്ങളൊക്കെ ടൈം ടേബിൾ പ്രകാരം എടുത്ത് വെക്കുക. നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, വൈകുന്നേരം വന്ന് നമ്മളെ ലഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കഴുകി വെക്കാൻ നോക്കുക. അതായത് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും നമ്മൾ തന്നെ കഴുകി വെക്കാൻ നോക്കുക. അപ്പം രാത്രി നമ്മൾ 8:30 ആകുമ്പം ബാഗൊക്കെ പാക്ക് ചെയ്ത് 9 മണിക്ക് ഫുഡ് കഴിക്കുക, ഡിന്നർ കഴിക്കുക. എന്നിട്ട് 9:30ക്ക് നമ്മളെ ഫാമിലീൻ്റെ ഒപ്പം ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തിരിക്കുക. നമുക്കും വേണ്ട എൻജോയ്മെൻറ്റൊക്കെ. അപ്പം 9:30ക്ക് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിരിക്കുക. എന്നിട്ട് ഒരു 10 മണി 10:30 ആകുമ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവും. പിന്നെ വലിയ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളൊക്കെ ആണെങ്കിലും ചിലപ്പം പഠിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള ടൈം ഉണ്ടാവും. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പം ഒരു 10 മണി 10:30 ആകുമ്പോൾ തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. നമുക്കൊന്നും അത്ര കൂടുതൽ പഠിക്കേണ്ടിയൊന്നുമില്ല അല്ലേ. അപ്പോൾ ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേക്ക് ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ വൈകുന്നേരം നമ്മൾ ലഞ്ചൊക്കെ എടുത്ത് വെക്കുക. പിന്നെ പിറ്റേ ദിവസത്തേക്ക് ചെയ്യേണ്ട യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെക്കുക, ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് വെക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ട്യൂഷനും മറ്റ് കോച്ചിങ്ങും കാര്യത്തിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ രാവിലെ വേഗം സ്കൂൾ വണ്ടിയും വാഹനമൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് രാവിലത്തെ ടൈമും വൈകുന്നേരത്തെ ടൈമും പിന്നെ ഉറങ്ങുന്ന ടൈമൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക. അപ്പോൾ കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാർക്കൊക്കെ സമയം കുറവായിരിക്കും. അപ്പം മാക്സിമം അതിനൊത്തിട്ടുള്ള ഒരു ഡെയിലി റൊട്ടീനാക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ. ഞാൻ എൻ്റെ സമയവും സാഹചര്യവും പിന്നെ എൻ്റെ സ്കൂൾ വണ്ടിയൊക്കെ 8:30ക്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര വേഗം ബ്രേക്ക്ഫാസ്റ്റും മാറ്റമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ. നിങ്ങൾ ഇതുപോലെ കോപ്പി ചെയ്യാനൊന്നുമില്ല, നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്താൽ മതി. അടുത്തതായിട്ടാണ് നമ്മളെ ലാസ്റ്റ് വൺ, ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ 6 ബോക്സസ് ആയിട്ടാണ് ടു ഡു ലിസ്റ്റിന് വരച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് പെന്നും പെൻസിലും നോട്ടൊക്കെ വരച്ചിട്ടുണ്ട്. ടു ഡു ലിസ്റ്റിൽ നമുക്ക് ആവശ്യമുള്ള ഇപ്പം 13-ാം തീയതി നമ്മൾ എന്തെങ്കിലും പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോക്സിൽ എഴുതി വെക്കാം, 13-ാം തീയതി പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് അപ്പോൾ ഈ ടു ഡു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 13-ാം തീയതി നമുക്ക് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സോ നമുക്ക് അത് വേഗം അതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അതിനാണ് ഈ ടു ഡു ലിസ്റ്റ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് എറേസബിൾ ആയിട്ടുള്ള ടു ഡു ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ സെലോ ടേപ്പ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ മതി. സെലോ ടേപ്പ് ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എറേസബിൾ ആയിട്ടുള്ള ഒരു ടു ഡു ലിസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിനെയാണ് ടു ഡു ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് സെലോ ടേപ്പ് ഒട്ടിക്കണമെന്നില്ല. നമുക്ക് പെൻസിൽ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ അത് മയക്കാനും എറേസ് ചെയ്യാനും കഴിയും. അപ്പോൾ ഇതാണ് എൻ്റെ ടു ഡു ലിസ്റ്റ്. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ജൂൺ മന്ത് പ്ലാനർ, ഹാബിറ്റ് ട്രാക്കർ. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഈ ഒരു മന്ത്ലി പ്ലാനറിൽ ഒന്നും ചെയ്തിട്ടില്ല. മന്ത്ലി പ്ലാനർ പ്ലസ് സ്റ്റഡി, ഇതിനകത്ത് കൂടുതൽ എനിക്ക് തോന്നുന്നു സ്റ്റഡി മെറ്റീരിയൽസാണ് കൂടുതലുള്ളത്. അതായത് ഈ ഒരു ജൂൺ മാസത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു കൂടുതലുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ കൂടിപ്പോയോന്നറിയില്ല. പിന്നെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡിസൈനൊക്കെ ചെയ്തത്. നിങ്ങൾക്ക് സാധാരണ ഒരു ജൂണിൽ നിന്ന് എഴുതിയിട്ട് കലണ്ടർ വരക്കാം. നിങ്ങൾക്ക് ടു ഡു ലിസ്റ്റ്, ഹാബിറ്റ് ട്രാക്കർ, അത്ര, പിന്നെ ഡെയിലി റൊട്ടീൻ, അത്രയും വേണ്ടി പറ്റും. അല്ലാണ്ട് ഒരുപാട് ഡിസൈനും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും വേണ്ട. പിന്നെ നിങ്ങളെ സമയത്തിനും സാഹചര്യത്തിനുള്ള റൊട്ടീനും കാര്യങ്ങളും ആക്കാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ പിന്നെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലും വേണമെങ്കിൽ ഞാനിതിപ്പം റൂൾഡ് ബുക്കിലാണ് ഞാൻ ജൂൺ മന്ത് പ്ലാനർ ചെയ്തത്. ഞാൻ പ്ലാനർ ചെയ്യുന്ന സമയത്ത് എനിക്ക് മറ്റേ റൂൾഡ് അല്ലാത്ത ബുക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ റൂൾഡ് ബുക്കിൽ ചെയ്തത്. ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.